തീർച്ചയായിട്ടും ആ പോരാട്ടത്തിന് നമ്മളല്ല പോകേണ്ടത്, അദ്ദേഹം തന്നെയാണ് പോകേണ്ടത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അദ്ദേഹം അതിന് പോകുന്നതന്നെ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പലരെയും അകത്താക്കി പലരെയും പുറത്താക്കി. ഇനി ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇനി ഏകദേശം 392 ദിവസമാണ് ഈ ഗവൺമെൻറ്റുള്ളത്, 13 മാസം. ഈ 13 മാസം കഴിയുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ മാറില്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നീതിപൂർവമായിട്ടുള്ള നിലപാട് ആഭ്യന്തര വകുപ്പിൽ എടുക്കത്തക്ക രീതിയിലുള്ള ഗവൺമെൻറ്റിന് ഇവിടെ വലിയ പരാജയം. ഒറ്റ പോലീസിനെ കൊണ്ട് ഈ ആശാവർക്കർമാരും മാത്രം മതി പിണറായിയുടെ അടിവേര് കേരളത്തിൽ വെട്ടാൻ. അതിലേക്കത് എത്തിച്ചേരും, ഒരു തർക്കവും നിങ്ങൾ ആരും കരുതണ്ട. സന്ദീപാനന്ദഗിരിയെ നിങ്ങൾ പോയി കാണണം. സന്ദീപാനന്ദഗിരിയുടെ അഭിമാനക്ഷതമേറ്റ് സത്യം പറയുകയാണെങ്കിൽ പൊതുപരിപാടികളിൽ നിന്ന് പോലും സന്ദീപാനന്ദഗിരി തിരുവനന്തപുരത്തും കേരളത്തിലും മാറി നിൽക്കുന്ന ഗതികേടിലായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ കുറ്റവാളി, അദ്ദേഹമാണ് തീ കൊടുത്തത്, അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഉള്ള വാർത്തകളും പോലീസിൻ്റെ ധ്വനിയും അങ്ങേയറ്റം മാനഹാനിയിലായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ബഹുമാനീയ വ്യക്തി. അദ്ദേഹത്തെ ആ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന MI ഷാജിയുടെ അന്വേഷണമാണ്, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടി പറയണം. അദ്ദേഹം ഇതിൽ നിലപാട് പറയേണ്ട വ്യക്തി കൂടിയാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അതാണ്. നിലമ്പൂർ ഇലക്ഷന് വൈകുന്ന ലക്ഷണമാണ്. അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് എന്തിനാണ്? പിണറായിസത്തിനെതിരെ കേരളത്തിൻ്റെ ജനമനസ്സ് എന്താണ് ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത്, രാജിവെച്ചത്. അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവർക്കല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ പഴയ തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, നമ്മൾ നിയമവും റൂളും ചട്ടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. 6 മാസത്തിലധികം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തണം, നിർബന്ധമാണ്, അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗം എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് CPM-ഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങും RSS മീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേന്ദ്രമന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ RSSൻ്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു ഫോൺ ഇലക്ഷൻ കമ്മീഷന് വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അനങ്ങുമോ? ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ആദ്യം റിപ്പോർട്ട് തേടുക ജില്ലാ കളക്ടറുടെ അടുത്താണ്. ഞാൻ മിനിയാന്ന് വരെ വിളിക്കുമ്പോൾ ജില്ലാ കളക്ടർക്ക് അടുത്തേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടും തേടിയിട്ടില്ല ആരും. കേന്ദ്രവും തേടിയിട്ടില്ല, ചീഫ് സെക്രട്ടറിയും തേടിയിട്ടില്ല, ഇലക്ഷൻ കമ്മീഷനും തേടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനക്കം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും തേടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ അത് നടത്താതിരിക്കാനുള്ള ശ്രമം സ്വാഭാവികമായിട്ടും പിണറായിയും ശ്രമിക്കുമെന്നത് ഉറപ്പല്ലേ. പിന്നെ നമുക്കതിൽ മാർഗം ഹൈക്കോടതിയെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് സമീപിക്കാം. നമുക്ക് മാർച്ച് 31 വരെ ഉള്ള ഡേറ്റിൻ്റെ അകത്തും ഒരു തീരുമാനവും കാണുന്നില്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും. നിലമ്പൂരിലെ വോട്ടർമാർ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരം അവർ കോടതിയിൽ പറയേണ്ടി വരും. അല്ല, അത് പറഞ്ഞില്ല. അതിനിടെ ഇപ്പോൾ നോമ്പൊക്കെ വന്നില്ലേ,
പിന്നെ ഇപ്പോൾ UDF കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമായിക്കോട്ടെ, അതാണ് എല്ലാവരും പറയുന്നത്. ഇല്ല, നമ്മളന്ന് കത്ത് കൊടുത്തു. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ വരാനിരിക്കുന്ന മീറ്റിങ്ങിൽ അത് അജണ്ട ആയിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയ വിവരം മാത്രമേ ഉള്ളൂ. അത് അവരല്ലേ തീരുമാനിക്കണം. ഇല്ല.